തൃശൂരിലെ തോൽവിയിൽ CPIM-നെ വിമർശിച്ച് കെ മുരളീധരൻ. ഒരു കമ്മീഷണർ വിചാരിച്ചാൽ തൃശൂർ പൂരം അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച മുരളീധരൻ ഭരിക്കുന്ന പാർട്ടി വിചാരിക്കാതെ അത് സാധിക്കില്ലെന്നും പറഞ്ഞു. പൂരം കലക്കിയതിന് പിന്നിൽ ചില അന്തർധാരകളുണ്ടെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പ്രസ്ഥാനത്തിന് കുഴി തോണ്ടുന്ന മേയറായി മാറിയെന്നും മുരളീധരൻ വിമർശിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. അതവരതിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. ഞാനതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല. ഞാൻ ആദ്യം എടുത്ത തീരുമാനമാണ്. ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരെക്കുറിച്ചൊരു പരാതിയില്ല. APC നിയോഗിച്ച കമ്മിറ്റിയാണ് അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അന്തർധാരയാണെന്ന് സംശയമില്ലല്ലോ. അതായത് ഒരു കമ്മീഷണർ വിചാരിച്ചാൽ ഒരു പൂരം കലക്കാൻ കഴിയില്ല. അത് കലക്കാൻ സർക്കാർ കൂട്ടുനിന്നു. ഒരു മന്ത്രി അതിന് മൂകസാക്ഷിയായിട്ട് രാജന് നിൽക്കേണ്ടി വന്നു. അന്ന് തന്നെ തിരക്കഥ പൂർത്തീകരിച്ചിരുന്നു. അതിന് പുറമെയാണ് 56,000 വോട്ടർമാരെ ചേർത്തപ്പോൾ അതിന് CPM-ൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ അന്തർധാരയായി. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ BJPക്ക് ഒരു MP ഉണ്ടായത്. ബാലകൃഷ്ണൻ, ഈ മുരളീധരൻ്റെ പ്രസ്താവന വരുന്നത് മുരളീധരൻ എല്ലാ പൊതുപ്രവർത്തനത്തിൽ നിന്നും സജീവമായി മാറി നിൽക്കുന്നു, വിട്ടുനിൽക്കുന്നു, സജീവ രംഗത്തുണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങാനൊരു തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള വിമർശനം വിട്ട് CP-യിലേക്ക് ആ വിമർശനത്തിൻ്റെ മുന്നത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സജീവമാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണോ അത്? അയ്യോ, തീർച്ചയായും. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യം അതിനോട് പ്രതികരിച്ചത് കെ മുരളീധരനാണ്. ഞാൻ വയനാട്ടിൽ പോയി പ്രവർത്തിക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രിയങ്കയുമായൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ മുരളീധരൻ ശ്രമിക്കുന്നു. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ്റെ ലക്ഷ്യം ചെറുതല്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ മുരളീധരൻ അതിശക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണം. പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളൊക്കെ വിട്ട് ഇനി അത് CPM-ഉം BJP-യും തമ്മിലുള്ള വിശേഷം എന്ന രീതിയിലേക്ക് തൃശ്ശൂരെ വിലയിരുത്തൽ. ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം ഈ KC വേണുഗോപാൽ നൽകിയൊരു സൂചനയുണ്ട്, പിണങ്ങി മാറി നിൽക്കുന്നവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കെ മുരളീധരനെ കുറിച്ച് ഞാൻ ചോദിച്ചു. കെ മുരളീധരൻ ഉറപ്പായും ഉണ്ടാകും, മുഖ്യസ്ഥാനത്ത് തന്നെ ഉണ്ടാകും. KPCC പ്രസിഡന്റ് മാറുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മാറുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കെ മുരളീധരനുമായി സംസാരിച്ചിട്ടുണ്ട് AICC എന്നുള്ള. മാത്രമല്ല, വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് കെ മുരളീധരനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി നിലവിൽ കിട്ടാനില്ല. അവിടെ ഇപ്പോൾ പ്രശാന്ത് വളരെ ശക്തനായി, അവിടെ ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ വന്നേക്കാം. അങ്ങനെയാണ് വരുന്നതെങ്കിലും കടുത്ത മത്സരം കെ മുരളീധരനെ കാഴ്ചവെക്കാൻ സാധിക്കും. അതുകൊണ്ട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കെ മുരളീധരൻ. എനിക്ക് തോന്നുന്നത് പിന്നെ വട്ടിയൂർക്കാവിൽ ഇപ്പം തിരുവനന്തപുരത്ത് അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മാത്രമാണ്. വേറൊരു സീറ്റ് അദ്ദേഹത്തിന് മുമ്പിൽ ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ എന്തായാലും നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൻ്റെ അകത്തും ആർക്കും അദ്ദേഹം അത് തന്നെ മനസ്സിൽ വെച്ച് തന്നെയാണ് അവിടെ. കാരണം അവിടെ BJP ആണെന്നേ അവിടെ. മാത്രമല്ല, പാർട്ടിയിൽ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ കെ മുരളീധരൻ ബലിയിഴിക്കപ്പെട്ടു എന്നൊരു നിലപാടുണ്ട്. ഒടുവിൽ അത് കെ മുരളീധരൻ തന്നെ പറയുന്നുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വടകരയിൽ നിന്ന് തൃശ്ശൂർ അവസാന നിമിഷം വരരുതായിരുന്നു. കാരണം ഈ വേവിൽ കെ മുരളീധരൻ ജയിച്ചു പോകുമായിരുന്നു, ഷാഫി വന്നില്ലെങ്കിൽ പോലും. അത് വലിയ വേവാണല്ലോ സ്വാഭാവികമായി.